ഞാനിങ്ങനെ കമൻറ്റ് നോക്കുവാനും ഇന്നലെ ഇട്ടൊരു വീഡിയോന് പോസിറ്റീവ് ഉണ്ട് കുറച്ചൊക്കെ, പക്ഷേ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്തത്ര നെഗറ്റീവ്. ഇത് അനൂപ് എന്ന് പറഞ്ഞൊരു ചങ്ങാൻ്റെ കമൻറ്റ്, ഉമ്മാനെ കൊടുക്കടാന്ന്. കിളവൻ്റെ ആക്രാന്തം, ആരോഗ്യമുള്ളതിനെ കെട്ടും കാര്യം നടക്കാൻ, അത് റസിയ അതൊക്കെ ഫേക്കായിരിക്കുമോ എന്ന് തുടങ്ങിയ കേട്ടാൽ ഇറക്കുന്നതായിട്ടാ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ, അത്രയും കമൻറ്റുകൾ. പക്ഷെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ആ ഇക്കാൻ്റെ കല്യാണമൊക്കെ ശരിയായിട്ടോ. ഇപ്പോൾ അത്രയും ആലോചനകളൊക്കെ വന്നിക്ക്, അത്രയും ആലോചനകൾ പല സ്ഥലത്തുനിന്നും. നമ്മൾ 75 വയസ്സായാലും 60 വയസ്സായാലും ഒക്കെ കല്യാണം നടത്താൻ ഇറങ്ങി പുറപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് ഒരു നേരത്തെ ഒരു കമൻറ്റായിരിക്കും ഇത്, ഒരു രസമായിരിക്കും അല്ലേ? അങ്ങനെയുള്ള പോലെ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടൽ നിങ്ങൾക്ക് മനസ്സിലാവായിട്ടാ. ഒരു ഭാര്യ മരണപ്പെട്ട് അല്ലെങ്കിൽ എന്തോ കാരണം കൊണ്ട് വേർപിരിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രായത്തിൽ അവർ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ഒരിക്കലും മിണ്ടാനും പറയാനല്ല. മക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയാലായിരിക്കും, ഇനിയിപ്പോൾ മക്കളില്ലാത്ത പോലായിരിക്കും. എന്നാലൊക്കെ നമുക്ക് ആൾക്കാരൊക്കെ ജയിലിലിടുന്നത് എന്തിനാ? ഒറ്റപ്പെടലിനെക്കാട്ടും വലിയ ശിക്ഷയില്ലടോ, അതുകൊണ്ടാണ് ജയിലിലിട്ട് അടക്കുന്നത്. അതുപോലെയാണ് ഒരു വീട്ടിൽ നിൽക്കുക എന്ന് പറയുന്ന, ഒറ്റയ്ക്ക് ഒന്ന് മിണ്ടാനും പറയാൻ ആരും ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷൻ മാറാൻ വേണ്ടി തന്നെയാണ് നമ്മളിവരെ കല്യാണം നടത്തുന്നത്. അല്ലാണ്ട് ഈ വയസ്സാം കാലത്ത് ഇവർക്ക് ഇതിൻ്റെ ഇതെന്തെന്നാന്നൊക്കെ നിങ്ങൾ കമൻറ്റും കിടുന്നില്ലേ? നിങ്ങൾക്ക് ആ സാഹചര്യം വരുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. ഞാൻ ആരെയും ഒരു മോശവും പറയല്ല, ഞാനത് ഇവിടെ ഇട്ടത് കൊണ്ടാണ് ഇത്രയും കമൻറ്റ് വന്നതല്ലേ. കാരണം സോഷ്യൽ മീഡിയ പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ആർക്കും എന്തും പറയാം. നമ്മളിങ്ങനെ ഒരു കാര്യം നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ഇവനൊരു കല്യാണം നടത്താൻ ഇറങ്ങിക്ക് 60 വയസ്സ് 70 വയസ്സുള്ള കല്യാണം നടത്തുന്നുണ്ട്, ബുദ്ധിമുട്ടുള്ള പോലെ കല്യാണം നടത്തുന്നുണ്ട്, നോർമലുള്ളവരോ നടത്തുന്നുണ്ട്, എന്തെന്നാ ഇവ എന്നുള്ളൊക്കെ ചിന്ത ഉണ്ടാവില്ലേ. അപ്പോൾ എനിക്കിനി പറയാനുള്ള സിമ്പിളൊരു കാര്യമാണ്, ഇവരുടെ കല്യാണമൊക്കെ കൂളായിട്ട് നമുക്ക് നടത്താൻ പറ്റും. ഈ ബ്രോക്കർ നടത്തി തരും ഇവരുടെ കല്യാണമൊക്കെ. പക്ഷേ ഈ കമൻറ്റ് കാണുമ്പോണ്ടല്ലോ നമുക്കൊരു ബേജാറും ഇല്ല, കാരണം കമൻറ്റ് ആടുന്ന് വന്നോട്ടെ, കാരണം റിസൾട്ട് ഉണ്ട്. പക്ഷേങ്കിൽ ഈ കമൻറ്റ് കാണുമ്പോൾ വേറൊരാൾ ഇത്തരം വീഡിയോ ചെയ്യാൻ മുമ്പോട്ട് വരാനൊന്നും മടിക്കൂ. പടച്ചോനെ, എൻ്റെ ഉപ്പാപ്പാനെ കുറിച്ച് അല്ലേ നമ്മളെ കസിനെ കുറിച്ച് ഇത്രയും മോശമായിട്ട് ഒരാൾ പറയുന്നത് കണ്ടു വെക്കുവാൻ ആൾക്ക് പറ്റൂല. കുടുംബക്കാർ കാണും, നാട്ടുകാർ കാണും, അങ്ങനെ ഒരു തെറിവിളിക്ക് നമ്മൾ ഇട്ട് കൊടുക്കില്ല. അതുകൊണ്ട് വീഡിയോ ഒന്നും വേണ്ട, നമുക്ക് കല്യാണം രഹസ്യമായിട്ട് അങ്ങനെ നമുക്ക് കല്യാണം അല്ലാണ്ട് നോക്കാം, ഇനിയിപ്പോൾ നടക്കുന്നില്ല നടക്കണ്ടെന്നൊക്കെ വിചാരിച്ച് വെക്കുന്നവരുണ്ടാവും അല്ലേ കമൻറ്റ് മേടിച്ചിട്ട്. അത് നിങ്ങൾ ബേജാറാണ്ട്. 2 ദിവസം മുമ്പ് ഞാൻ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തങ്ങോട്ട് പറഞ്ഞില്ലേ, നമ്മൾ തങ്ങളെടുത്ത് പോയിട്ട് ആപ്പ് ലോഞ്ച് ചെയ്യില്ലേ, ബ്രോക്കർ എന്ന് പറഞ്ഞിട്ട്. അതിലിടാൻ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല, കമൻറ്റൊന്നും വരികയല്ല, ഷെയർ ചെയ്യാനൊന്നും പറ്റിയല്ല. 75 വയസ്സായാലും 70 വയസ്സായാലും 60 വയസ്സായാലും ഒക്കെ ഇനിയിപ്പോൾ ഉമ്മമാരുണ്ടാവും ഒരുപാട്. ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തന്നെ എത്ര കോളാണെന്നോ വന്നേ. ഒരു ജീവിതം മൊത്തം ജോലി ചെയ്തിട്ട് മക്കളെയൊക്കെ വളർത്തി വലുതാക്കി അവരെ കല്യാണമൊക്കെ കഴിച്ച് ഇപ്പോൾ നമുക്കൊരു കൂട്ട് വേണം, എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ഉമ്മമാരുണ്ട്. നിങ്ങൾക്കറിയോ അവരെ പറ്റി? മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആൾക്കാരാ. അവർക്ക് ആ കാലത്ത് കല്യാണം കഴിച്ചവരുടെ പാടുമൊക്കെ പോയതിനു, പക്ഷെ മക്കൾക്ക് വേണ്ടി എന്നോട് പറയാം, മോനെ കല്യാണത്തിനെ പറ്റി ആലോചിക്കാനുള്ള സമയമൊന്നും ഇല്ല എന്നോടാ, അത്രയും ബാധ്യതയാണ് എൻ്റെ തലയിൽ. അങ്ങനെയുള്ള അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാർ പല സ്ഥലത്തുണ്ട്. ഓലിക്ക് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കും പാർട്ണറിനെ, ഓലെ കല്യാണം നമ്മൾ നടത്തൂ, അത് ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. 60 വയസ്സായാലും 70 വയസ്സായാലും ഓലിക്ക് എല്ലാ കുടുംബത്തിലെ മക്കളെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാവരും കട്ടക്കാണെങ്കിൽ, ഓല് ജെനുവിനാണെങ്കിൽ ഓലെ കല്യാണം നമ്മൾ നടത്തി കൊടുക്കും. അതിന് വീഡിയോ ഇട്ടിട്ട് തന്നെ നടത്തും, ഓലെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ആൾക്കാർ വരണം. ഇതിൽ വരുമ്പോൾ അല്ല ഈ കമൻറ്റ് കാര്യമൊക്കെ നമുക്ക് ആപ്പിലിടാം. നമ്മളെ ബ്രോക്കർ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ അതിലിപ്പം വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, വീഡിയോസൊക്കെ ഇങ്ങനെ ആയി വരണം. അതിലിപ്പോൾ ഏകദേശം ഒരു കുറഞ്ഞ ആൾക്കാരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് അയച്ചാൽ നമ്പർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വിളിക്കാം. അതിലൊരാൾക്ക് കമൻറ്റും മോശം ഒന്നും പറയാനും പറ്റുമല്ല, വീഡിയോ കാണുകയും ചെയ്യുക, കല്യാണം നടക്കുകയും ചെയ്യും. വീഡിയോ പരമായിട്ട് നമ്മൾ ഇതേ രീതി തന്നെ നമ്മൾ അങ്ങനെ തന്നെ എടുത്തിട്ട് ആ ആപ്പ് കൊണ്ടാക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യും, പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോ. ആരും വിഷമിക്കണ്ട, നിങ്ങൾ ഇങ്ങനെ കമൻറ്റ് വന്ന് ബുദ്ധിമുട്ടാവും അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്യാണ്ടൊന്നും നിൽക്കണ്ട. നമുക്ക് ആപ്പിൽ വീഡിയോ ചെയ്യാം, നല്ല രീതിയിൽ നിങ്ങളെ കല്യാണങ്ങളൊക്കെ നമുക്ക് നടത്തിയെടുക്കാം. ഓക്കെ, ഒരു ബേജാറും ഇല്ല. കംപ്ലീറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിയിട്ട് അങ്ങനെ ചെയ്യുന്ന നല്ല ഉദ്ദേശം കേട്ടോ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീഡിയോ ഇടാൻ, ഇപ്പോൾ ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും അങ്ങനെ പബ്ലിക്കായിട്ട് ഇടുന്നത് കുഴപ്പമില്ല. കമൻറ്റ് വന്നാൽ നമ്മളത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്, വിഷയമൊന്നും ഇല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഇത് തന്നെയാണ്. പെട്ടെന്ന് റിസൾട്ട് ചെയ്യാനാണ് ഉണ്ടാവുക. കാരണം ഒരു വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് പെട്ടെന്ന് എത്തുകയാണല്ലോ. ആപ്പ് എന്ന് പറയുമ്പോൾ അതിലുള്ള ആളുകളാണ് അത് കണ്ട് കല്യാണം ആ ഒരു പ്രോസസ്സിൽ നടന്നു വരണം. അതിന് ടൈം തീർച്ചയായിട്ടും എടുക്കും. അപ്പോൾ
അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഭയങ്കര പ്രൈവസി ആയിരിക്കും, ഇല്ലായിരിക്കും കമൻറ്റ് ചെയ്യാനും ഫാമിലി ഗ്രൂപ്പ് അവിടെ ഇവിടെ ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല, പിന്നെ റിക്വസ്റ്റ് ചെയ്താലാണ് നമ്പർ കിട്ടുക. അപ്പോൾ മടിച്ച് നിൽക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ആപ്പിലേക്ക് വന്ന ഒരു പ്രശ്നമില്ല. ഇപ്പോൾ വയസ്സിൻ്റെ വിഷയമൊന്നും നിങ്ങൾ വിഷയമാക്കണ്ട കേട്ടോ. 70 വയസ്സുള്ളവർ ഇപ്പം ഞങ്ങളെന്തിനാ കല്യാണം നോക്കിയതിൽ ആൾക്കാർ വന്ന് അതും ഇതും പറയുന്നുള്ളതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടേക്കൂടും. നമ്മുടെ സിറ്റുവേഷൻ നമുക്കേ അറിയൂ അല്ലേ. പറയുന്ന പോലെക്ക് 2 വാക്ക് പറഞ്ഞങ്ങ് പോവുക, ഓല് നമുക്കൊന്നും ചെയ്തു തരില്ല. പിന്നെ ചിലർ ഇതിൽ കമൻറ്റൊക്കെ ഇടുന്നാണ്ടിക്കോ എന്തൊക്കെ ഡിമാൻഡുകളാണെന്നൊക്കെ. ഒരു കല്യാണം നോക്കുമ്പോൾ നിങ്ങളും പറയൂലേ ഡിമാൻഡ് ഇല്ലേ? ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ഡിമാൻഡ് ഉണ്ടാവും. പക്ഷേങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ഓരങ്ങനെ പറയാൻ പാടില്ല, വയസ്സുള്ളവർക്ക് അങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെ പറ്റൂല എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ. അതൊന്നും നോക്കണ്ട. അല്ല അങ്ങനെ ബഹുജനം പലവിധ അതൊന്നും നോക്കണ്ട. പല കമൻറ്റും പലതും വരും. നിങ്ങൾ വീഡിയോ എടുക്കാൻ മടിച്ചിക്കൊന്നും വേണ്ട, റിസൾട്ട് ഉണ്ടാവും. അത്രയും ആൾക്കാരാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. ഒരു വീഡിയോ കാണുമ്പോൾ 60 വയസ്സുള്ള ഒരാൾ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അല്ലെ 70 വയസ്സുള്ള വീഡിയോ ഒക്കെ ഇടുമ്പോൾ എത്രയും ആൾക്കാരാണെന്നോ കോൺടാക്ട് ചെയ്യുന്നത്. അത്രയും പെണ്ണുങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് പലയിടത്തിലുള്ള. അപ്പോൾ കല്യാണമൊക്കെ നടക്കാൻ പടിയൊന്നും ഇല്ല. ഇങ്ങനെ ഒരാൾ ഇന്ന സ്ഥലത്തുണ്ട്, അയാളുടെ ക്യാരക്ടർ, അയാളുടെ വീട്, അയാളുടെ ചുറ്റുപാടൊക്കെ കണ്ടിട്ട് ആളുകൾ ഇഷ്ടപ്പെട്ട് വരണോ. ആ ഒരു രീതിയാണ് ഇപ്പോൾ ഏറ്റവും നല്ലൊരു രീതിയിൽ നിന്ന് നമ്മളെ വിജയം കൊണ്ട് നമ്മൾ തെളിയിച്ചാണ് ഇത്രയും കല്യാണം നടത്തിയത് കൊണ്ട് തന്നെയല്ലേ. തീർച്ചയായിട്ടും ജെനുവിനായിട്ടുള്ള കേസ് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. കല്യാണത്തിൻ്റെ രീതിയിൽ ഒരുപാട് വെറുതെ വീഡിയോ എടുത്തിടുന്നതും അങ്ങനെയൊക്കെ പല പ്രൊഫൈലും പലതും ഇതും ഉണ്ടാവും. പക്ഷേ നമ്മൾ തന്നെ വെരിഫൈ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെ അത്രയും റിസ്ക് എടുത്തിട്ട് നമുക്ക് പുരേ കുത്തനും ചെയ്യാം. പക്ഷേ ഓരോ സ്ഥലത്തും ഓരോരുത്തരെ കാണാൻ കിലോമീറ്റർ താണ്ടി പോകുന്ന ഇതിനൊരു ജെനുവിനിറ്റി കീപ്പ് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ്. നാളെ നമ്മൾ വീട്ടിലിരുന്നാലും നമുക്കൊരു ജെനുവിൻ കേസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള ടീം നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വീട്ടിലിരുന്നത് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ എത്ര ദൂരത്തും പോയിട്ട് ആ ജെനുവിനിറ്റി ഉറപ്പിച്ചിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന കേസൊക്കെ 100% ഒക്കെ ആയിരിക്കും. ബാക്കി അന്വേഷിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആപ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, ആപ്പ് കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്യുക. നിലവിൽ ഇപ്പോൾ ഇന്ത്യൻ നമ്പറിന് മാത്രമേ അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് നോക്കിയിട്ട് നമുക്കൊരു അപ്ഡേഷൻ വരുത്തിയിട്ട് അടുത്ത അപ്ഡേഷനിൽ പുറത്തുള്ള സിമ്മുകൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചൊരു കാര്യങ്ങളുള്ളതുകൊണ്ടാണ് അങ്ങനെയെന്ന് മാത്രം അങ്ങോട്ട് പറയാം കേട്ടോ. പിന്നെ ഇനി വീഡിയോ ചെയ്യാൻ മടിച്ചിരിക്കേണ്ട ഇതിൽ നമ്പർ കൊടുക്കുക, അതിൽ വിളിച്ചിട്ട് നിങ്ങൾ ഇതേപോലെ വീഡിയോ ചെയ്യാൻ കോൺടാക്ട് ചെയ്യുക. നമ്മളിനിയിപ്പം കല്യാണങ്ങൾ ഈ രീതിയിൽ മാത്രമാണ് കേട്ടോ. അതായത് യൂട്യൂബിൽ പബ്ലിക്കായിട്ട് വീഡിയോ ചെയ്തിട്ട് നോക്കും, പിന്നെ ആപ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അതിലൊരു വീഡിയോ പരമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയാണ് നമ്മൾ കല്യാണം നടത്തുന്നത് കേട്ടോ. ഈ കാര്യത്തിന് ഓക്കെ ഉള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ. നമ്മൾ ആപ്പിൽ ഇനി ഒരുപാട് വീഡിയോസൊക്കെ വരാനുണ്ട്. ഇപ്പോൾ കുറേ എണ്ണം റണ്ണിങ്ങിലാണ്, ഒരു 10 വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കല്യാണം നമുക്ക് നടത്തണം. ഇതൊരു വലിയ ജേണിയാണ്. എല്ലാവരും കൂടെ നിൽക്കുക കേട്ടോ.